നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. വാടാനംകുറിശി ROB സർവീസ് റോഡ് നിർമ്മാണം. പ്രദേശത്ത് സമ്പൂർണ്ണ ഗതാഗത നിരോധനം. പാതയിൽ കട്ടവിരിക്കൽ പ്രവൃത്തി പുരോഗമിക്കുന്നു. റോഡ് നിർമ്മാണം ആരംഭിച്ച് ഇന്നേക്ക് 2 ആഴ്ച. എത്രയും വേഗം പ്രവൃത്തി പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തം. കൂനത്തറയിൽ വ്യാപാരിയെ ആക്രമിച്ച് 10,000 രൂപ കവർന്ന കേസിൽ മുഖ്യപ്രതിയെ സ്ഥലത്തെത്തിച്ച് ഷൊർണൂർ പോലീസ് തെളിവെടുത്തു. പ്രതി സൂരജിനെ ഐക്കോൺസിന് സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലെത്തിച്ചത് രാവിലെ 9 മണിയോടെ. കേസിൽ ആകെ 5 പ്രതികൾ. സൂരജ് സ്ഥിരം കുറ്റവാളിയെന്ന് പോലീസ്. കർക്കിടക വാവു ബലിക്ക് നിളയോരത്തെ പുണ്യകേന്ദ്രങ്ങൾ ഒരുങ്ങി. പുലർച്ചെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. പിതൃമോക്ഷത്തിനായി ബലിതർപ്പണത്തിനെത്തുക 10,000. വാർത്തകൾ വിശദമായി. വാടാനംകുറിശി റെയിൽവേ മേൽപ്പാലം സർവീസ് റോഡ് കട്ടവിരിക്കൽ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. അതേസമയം പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ബൈക്ക് യാത്ര നിരോധിച്ചതോടെ മറുവശത്തെ സർവീസ് പാതയിലൂടെയാണ് കാൽനട യാത്രക്കാർ പോകുന്നത്. പ്രതിഷേധങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ സർവീസ് പാത ഉടൻ തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. വാടാനംകുറിശി റെയിൽവേ മേൽപ്പാലം സർവീസ് പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കട്ടവിരിക്കൽ പ്രവൃത്തികൾ പുരോഗമിച്ചു വരികയാണ്. അതേസമയം ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചാണ് ബുധനാഴ്ച മുതൽ പ്രവൃത്തികൾ നടത്തുന്നത്. യാത്രക്കാരാകട്ടെ ദുരിതക്കയത്തിൽ നിന്നും കൂടുതൽ ദുരിതക്കയത്തിലേക്ക്. തിങ്കളാഴ്ചയാണ് ഇവിടെ കട്ടവിരിക്കൽ പ്രവൃത്തികൾ ആരംഭിച്ചിരുന്നത്. ഈ സമയം ബൈക്കുകളെ 2 വശത്തേക്കും കടത്തിവിട്ടിരുന്നു. എന്നാൽ പാതയിൽ പൂർണ്ണമായും കട്ടവിരിക്കൽ നടപ്പാക്കണമെങ്കിൽ ബൈക്ക് സർവീസ് നടത്താൻ കഴിയില്ല. ഇതിനാൽ കമ്പനി അധികൃതർ 2 വശത്തും പൂർണ്ണമായും അടച്ച നിലയിലാണ്. 2 വശങ്ങളിലേക്കും മുഴുവനായും കാൽനടയാത്രയാണ് ആളുകൾ പോകുന്നത്. അപ്രോച്ച് റോഡിൻ്റെ മറുവശത്തെ സർവീസ് പാതയിലൂടെയാണ് കാൽനടയാത്രക്കാർ കടന്നു പോകുന്നത്. ഇതും ഏറെ പ്രയാസമാണ്. ഈ പ്രദേശത്താകട്ടെ കോൺക്രീറ്റ് വാളിൻ്റെ പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട്. കട്ടവിരിക്കുന്നതിനാൽ ബൈക്കുകളെ 2 ദിവസം കടത്തിവിടാൻ കഴിയില്ലെന്നാണ് നിർമ്മാണ ചുമതലയുള്ളവർ പറയുന്നത്. നിലവിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ എത്രയും വേഗം കട്ടവിരിക്കൽ പ്രവൃത്തികൾ ഉടൻ പൂർത്തീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നു വന്നിട്ടുണ്ട്. ന്യൂസ് സെന്റർ ഷൊർണൂർ. കൂനത്തറയിൽ വ്യാപാര സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി വ്യാപാരിയെ ആക്രമിച്ച് 10,000 രൂപ തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതിയെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുത്തു. രാവിലെ 9 മണിയോടെയാണ് മുഖ്യപ്രതി ചുടുവാലത്തൂർ സ്വദേശി സൂരജിനെ തെളിവെടുപ്പിനായി കൂനത്തറ ഐക്കോൺസിന് സമീപത്തുള്ള വ്യാപാര സ്ഥാപനത്തിലെത്തിച്ചത്. 3 ആഴ്ച മുമ്പാണ് പരുത്തിപ്ര സ്വദേശിയായ AT വിജയകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള കൂനത്തറയിലെ ഐക്കോൺസ് ആശുപത്രിക്ക് സമീപത്തെ വ്യാപാര സ്ഥാപനത്തിൽ കയറി 4 അംഗ സംഘം അക്രമം നടത്തിയത്. കടയുടമയെ ആക്രമിച്ച് 1,00,000 രൂപ ഇവർ ആവശ്യപ്പെട്ടു. വിജയകുമാറിനെ മർദ്ദിച്ച ശേഷം 10,000 രൂപ കവർന്ന് സംഘം സ്ഥലം വിട്ടു. ഒരാഴ്ചയ്ക്കകം 40,000 രൂപ കൂടി നൽകണമെന്നും ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നു. വിജയകുമാർ നൽകിയ പരാതിയിൽ ഷൊർണൂർ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിൽ ആദ്യം 4 പേരാണ് പിടിയിലായത്. ഷൊർണൂർ കവളപ്പാറ കാരക്കാട് കിഴക്കേപ്പാടത്തെ രാംകുമാർ, ചുടുവാലത്തൂർ കവതിയാട്ടിൽ വീട്ടിൽ സുരേഷ് ബാബു, സുഭാഷ് ബാബു, ചുടുവാലത്തൂർ കളത്തിൽ കുന്നത്ത് വീട്ടിൽ ധനേഷ് എന്നിവർ കേസിൽ പ്രതികളാണ്. കേസിലെ 1-ാം പ്രതിയാണ് സൂരജ്. ഇയാൾ ഒളിവിൽ പോയിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുന്നംകുളത്ത് നിന്നാണ് കഴിഞ്ഞ ദിവസം പ്രതിയെ പിടികൂടിയത്. ഷൊർണൂർ സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും കോടതിയിൽ ഹാജരാകാതെ മുങ്ങി നടന്ന ഇയാൾക്കെതിരെ കോടതി വാറണ്ട് പ്രഖ്യാപിച്ചതാണെന്നും പോലീസ് പറഞ്ഞു. സ്റ്റേഷൻ ഇൻസ്പെക്ടർ V രവികുമാറിൻ്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. വാളയാറിലെ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വീണ്ടും കഞ്ചാവ് വേട്ട. ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് കടത്തുകയായിരുന്ന 7 കിലോ ഉണക്ക കഞ്ചാവുമായി മലപ്പുറം തിരൂർ സ്വദേശിയായ യുവാവാണ് പിടിയിലായത്. വാളയാർ ചെക്ക് പോസ്റ്റിൽ സ്വകാര്യ ബസ്സിൽ നടത്തിയ പരിശോധനയിലാണ് യുവാവിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയത്. മലപ്പുറം തിരൂർ താണലൂർ ചുക്കൻപറമ്പിൽ CP അരുണിനെയാണ് 7 കിലോ ഉണക്ക കഞ്ചാവുമായി പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് കഞ്ചാവ് എത്തിച്ച് അവിടെ നിന്നും വിതരണം ചെയ്യാനാണ് ഇയാൾ ഉദ്ദേശിച്ചിരുന്നതെന്ന് എക്സൈസ് പറഞ്ഞു. എക്സൈസ് ഇൻസ്പെക്ടർ PR പ്രശാന്ത്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ D മേഘനാഥ്, ബസ്റ്റിൻ, പ്രിവൻറ്റീവ് ഓഫീസർമാരായ KV ദിനേശ്, സിവിൽ എക്സൈസ് ഓഫീസർ അലി അസ്കർ, P ശരവണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാന പാതയിലെ ദേശമംഗലം കൂട്ടുപാത ഒലിച്ചിയിൽ ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. രാവിലെ 11:30-ക്കായിരുന്നു
അപകടം. ചെറുതുരുത്തി ഭാഗത്തു നിന്ന് അറങ്ങോട്ടുകര ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർദിശയിൽ നിന്ന് വന്ന ഓട്ടോയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഓട്ടോറിക്ഷയുടെ മുൻഭാഗം തകർന്നു. പോലീസും നാട്ടുകാരും ചേർന്ന് ഓട്ടോറിക്ഷ ഡ്രൈവറെ ആശുപത്രിയിലെത്തിച്ചു. മണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ്ക്കളുടെ ശല്യത്തെ തുടർന്ന് ജനം ഭീതിയിൽ. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ തെരുവുനായ്ക്കൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് പതിവായിട്ടുണ്ട്. തെരുവുനായ്ക്കൾ പെരുകിയതോടെ ജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ഭീതി അകറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. അലഞ്ഞുതിരിയുന്ന നായ്ക്കൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി കാൽനട യാത്രക്കാർക്ക് ഭീഷണിയായി മാറിയിട്ടുണ്ട്. അതിരാവിലെ മദ്രസകളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്കാണ് കൂടുതൽ പ്രയാസം നേരിടുന്നത്. കുട്ടികൾ തനിച്ചാണ് പോകുന്നത്. പിന്നാലെ ഓടിച്ച് കടിക്കുന്നതും മറ്റു നായ്ക്കൾ വളഞ്ഞ് കുട്ടികളെ ആക്രമിക്കുന്നതും പതിവായിട്ടുണ്ട്. അത്തരം നിരവധി സംഭവങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കൾക്കും കൂടെ വരേണ്ട അവസ്ഥയാണിവിടെ. കാൽനട യാത്രക്കാരുടെ പിറകെ പോയി കടിക്കുക, നടു റോഡിൽ കിടന്ന് ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കുക എന്നിവയൊക്കെയാണ് തെരുവ് നായ്ക്കളുടെ രീതി. ഇവ പെരുകിയതോടെ യാത്രക്കാരാകട്ടെ ദുരിതത്തിലും ഭീതിയിലുമാണ്. ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകേണ്ട അധികാരികളും കൈമലർത്തുകയാണ്. നായ്ക്കളുടെ കടിയേറ്റാൽ കുത്തിവെക്കാനുള്ള മരുന്നിന് പോലും ദൂരെയുള്ള ആശുപത്രികളെ സമീപിക്കേണ്ട അവസ്ഥയാണ്. കൂടാതെ ഇതിനുള്ള ചിലവും യാത്രാ ചിലവുകളും കടിയേറ്റവർ വഹിക്കണം. തെരുവ് നായ്ക്കളെ പിടികൂടാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നും ജനങ്ങളുടെയും കുട്ടികളുടെയും ഭീതി അകറ്റണമെന്നും മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ VM അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. ഇവരെല്ലാം രാവിലെയും വൈകുന്നേരവും പോകുമ്പോൾ തെരുവ് നായ്ക്കളെ പേടിച്ച് ഭയത്തോടു കൂടിയാണ് നടക്കുന്നത്. രാവിലെ നടക്കാൻ പോകുന്നവർ ഭീതി കൊണ്ട് നടത്തം നിർത്തിയ അവസ്ഥയാണ്. പേപ്പട്ടിക്ക് മരുന്ന് പോലും കിട്ടാൻ ഇല്ലാത്ത അവസ്ഥ. വല്ലാത്തൊരു ദുരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ. കണ്ണു തുറക്കുക അധികാരി വർഗമേ. ജനങ്ങളുടെ കൂടെ അവരുടെ ഭീതിയെങ്കിലും നിങ്ങൾ അകറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ പത്രിപ്പാല. കർക്കിടക വാവ് ബലി. പിതൃതർപ്പണ ക്രിയകൾക്കായി ഷൊർണൂർ ശാന്തിതീരം പൊതുശ്മശാനം സ്നാനഘട്ടം ഒരുങ്ങി. വ്യാഴാഴ്ച പുലർച്ചെ 4 മണിയോടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. ശുചിത്വം പാലിക്കുന്നതിൻ്റെ ഭാഗമായി നഗരസഭ ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. നിളയോരത്തെ സ്നാനഘട്ടങ്ങൾ ഒരുങ്ങി. ഒരിക്കൽ കൂടി കർക്കിടക വാവുബലി പിതൃതർപ്പണ ക്രിയകൾക്കായി. വ്യാഴാഴ്ചയാണ് കർക്കിടക വാവുബലി. ഷൊർണൂർ ശാന്തിതീരം പൊതുശ്മശാനം സ്നാനഘട്ടത്തിലും വിപുലമായ ഒരുക്കങ്ങൾ ഇതിനകം പൂർത്തിയാക്കി. നിളയോരത്തെ മണൽപ്പരപ്പിൽ പുലർച്ചെ 4-ന് ബലിതർപ്പണ ക്രിയകൾ ആരംഭിക്കും. ഏകദേശം 10 മണിയോടുകൂടി ചടങ്ങുകൾ സമാപിക്കും. സൂര്യൻ, മുരളി എന്നിവർ പിതൃതർപ്പണ ക്രിയകൾക്ക് നേതൃത്വം നൽകും. ഏകദേശം 2000 പേരെങ്കിലും ക്രിയകൾ നടത്താൻ എത്തുമെന്നാണ് പ്രതീക്ഷ. പ്രദേശമാകെ പൂർണ്ണമായ ശുചിത്വം ഏർപ്പെടുത്തിൻ്റെ ഭാഗമായി പതിവ് പോലെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരസഭ ക്ലീനിംഗ് തൊഴിലാളികൾ നടത്തിയിരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ബുധനാഴ്ച രാവിലെ നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചു. ബലിതർപ്പണ ചടങ്ങ് ദിവസവും ഹെൽത്ത് വിഭാഗത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്നും അധികൃതർ പറഞ്ഞു. ന്യൂസ് സെൻ്റർ ഷൊർണൂർ. ആൽബങ്ങളിലും ക്ഷേത്രാങ്കണങ്ങളിലും പാടിയിരുന്ന ഷൊർണൂർ സ്വദേശിനിയായ അധ്യാപിക ഇനി ചലച്ചിത്ര പിന്നണി ഗായിക. അടുത്ത മാസം പുറത്തിറങ്ങുന്ന ശുക്രൻ എന്ന സിനിമയിലാണ് ഗായകൻ ശങ്കർ മഹാദേവനൊപ്പം കുളപ്പുള്ളി തുളസി നിലയത്തിൽ ശ്രീജ തുളസീധരൻ പാടുന്നത്. സ്കൂൾ പഠനകാലത്ത് ചേലക്കര ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ്റിൽ വെച്ച് അന്നത്തെ സംഗീതാധ്യാപികയായ സരസ്വതിയാണ് ശ്രീജയിലെ പാട്ടുകാരിയെ കണ്ടെത്തിയത്. സംഗീതത്തിൻ്റെ ബാലപാഠങ്ങളെല്ലാം സരസ്വതി ടീച്ചറിൽ നിന്നായിരുന്നു. അതിനുശേഷം സംഗീത ലോകത്ത് നിന്ന് വിട്ടുനിന്നെങ്കിലും വിവാഹശേഷം ഭർത്താവ് തുളസീധരൻ്റെ പിന്തുണയോടെ സജീവമായി. തിരുവില്ലാമല നിർമ്മല കേശവനുണ്ണി, ബാലഗംഗാധരൻ, ഷീബ പ്രദീപ് എന്നിവരാണ് സംഗീതത്തിലെ ശ്രീജയുടെ ഗുരുക്കന്മാർ. സിനിമാ ഗാനങ്ങൾ വിവിധ ആഘോഷ പരിപാടികളിലും വാർഷികാഘോഷങ്ങളിലും പാടുകയും അത് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്യുമായിരുന്നു. ജീവിതത്തെക്കുറിച്ചോ സ്വപ്നങ്ങളെക്കുറിച്ചോ ഒന്നും വലിയ കണക്കുകൂട്ടലുകളൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് സാമൂഹിക മാധ്യമത്തിൽ നിന്ന് ശ്രീജയുടെ പാട്ട് കേട്ട് ശുക്രൻ എന്ന സിനിമയുടെ പിന്നണിയിൽ ഒരു പാട്ട് പാടാനുള്ള അവസരം നൽകിക്കൊണ്ട് സംഗീത സംവിധായകൻ സ്റ്റിൽജു അർജുൻ്റെ വിളി വരുന്നത്. ഞാൻ ശ്രീജ തുളസീധരൻ. ഞാനിന്നിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ
സംഗീതത്തിലെ മഹാരഥന്മാരിൽ ഒരാളായ ശ്രീ ശങ്കർ മഹാദേവൻ സാറിൻ്റെ കൂടെയാണ്. ബോളിവുഡ് സിംഗറും കൂടിയാണ് അദ്ദേഹം. എല്ലാവർക്കും സുപരിചിതനാണ്, ബഹുമാന്യനാണ്. സാറിൻ്റെ കൂടെ ഒരു സിനിമയുടെ പിന്നണി ഗാനരംഗത്ത് ശബ്ദം നൽകാൻ എനിക്ക് സാധിച്ചിരിക്കുകയാണ്. അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയുടെ സ്വന്തം സംഗീത സംവിധായകനായ ശ്രീ സ്റ്റിൽജു അർജുൻ സാറാണ്. അദ്ദേഹമാണ് ഇത്തരത്തിലൊരു അനുഗ്രഹീതമായ അവസരം എനിക്ക് നൽകിയത്. ഈ സിനിമയുടെ സംവിധായകൻ ശ്രീ ഉബൈനി, തിരക്കഥാകൃത്ത് ശ്രീ രാഹുൽ കല്യാൺ. നീൽ സിനിമാസിൻ്റെ ബാനറിൽ പുറത്തിറങ്ങുന്ന ഈ സിനിമയിലാണ് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇങ്ങനെ ഒരു നല്ലൊരു ഗാനത്തിന് ശബ്ദം നൽകാൻ സാധിച്ചത്. ശ്രീ വയലാർ ശരത്ചന്ദ്രവർമ്മയാണ് ഇതിൻ്റെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതിയ കണ്ണിൽ കണ്ണാടിച്ചന്തം എന്ന് തുടങ്ങുന്ന ഗാനമാണ് ശങ്കർ മഹാദേവനൊപ്പം ആലപിച്ചത്. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്റ്റിൽജു അർജുൻ, മ്യൂസിക് ഡയറക്ടറാണ്. ഒരു വലിയ സന്തോഷം, ശങ്കർജിയോടൊപ്പം ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഗുരു തുല്യനായ ശങ്കർജിയോടൊപ്പം ശങ്കർജിയുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഇപ്പോൾ ഒരു പാട്ട് പാടിക്കഴിഞ്ഞിരിക്കുകയാണ്. ശുക്രൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണ് പാടിക്കഴിഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം പാടിയിരിക്കുന്നത് ശ്രീജ തുളസീധരനാണ്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഒരുപാട് സന്തോഷം. ഈ ഗാനം എഴുതിയിരിക്കുന്ന ശ്രീ വയലാർ ശരത്ചന്ദ്രവർമ്മ, ഇതിൻ്റെ ഡയറക്ടർ, ഫിലിമിൻ്റെ ഡയറക്ടർ ശ്രീ ഉബൈനി, ഇതിൻ്റെ തിരക്കഥാകൃത്ത് രാഹുൽ കല്യാൺ. എല്ലാവരും ഞങ്ങളുടെ ഈ സിനിമ കാണണം, ഇതിലെ ഗാനങ്ങൾ കേൾക്കണം. ആദ്യം തൊടുപുഴയിലെ സ്റ്റുഡിയോയിൽ വെച്ച് മുഴുവനായും പാടി കേൾപ്പിച്ചു. പിന്നീടാണ് മുംബൈയിലുള്ള ശങ്കർ മഹാദേവന്റെ സ്റ്റുഡിയോയിൽ എത്തി ഇരുവരും ചേർന്ന് പാടിയത്. ആദ്യം തൊടുപുഴയുള്ള സാറിൻ്റെ തന്നെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ ട്രയൽ റെക്കോർഡിംഗ് നടത്തിയത്. അങ്ങനെ 1-2 പ്രാവശ്യം സാറിൻ്റെ സ്റ്റുഡിയോയിൽ പോയി ഇതിൻ്റെ പ്രാക്ടീസും ട്രയൽ റെക്കോർഡിങ്ങുകൾ 2 പ്രാവശ്യം നടത്തുകയുണ്ടായി. പിന്നെയാണ് മെയ് 13-ാം തീയതി ബോംബെയിലുള്ള ശങ്കർജിയുടെ സ്റ്റുഡിയോയിലെത്തുകയും അവിടെ നിന്നാണ് ഇതിൻ്റെ റെക്കോർഡിംഗ് പൂർത്തിയാക്കിയത്. സാറിനോടൊപ്പം ഉള്ള റെക്കോർഡിംഗ് വളരെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഭവമായി മാറി. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് സിനിമയിൽ പാടാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ശങ്കർജിയെ പോലെ ഒരാളുടെ കൂടെ പാടാൻ പറ്റുമെന്നോ ഞാൻ ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എങ്ങനെയോ ഒരു ദൈവ അനുഗ്രഹം അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും ഒക്കെ അനുഗ്രഹം, അങ്ങനെ അതുവരെ എത്തിപ്പെട്ടു. പട്ടാമ്പിക്കടുത്തുള്ള കാരക്കാട് AMUP സ്കൂളിലെ കണക്കധ്യാപികയാണ് ശ്രീജ. സംഗീതത്തെപ്പോലെ അധ്യാപനവും ഒരുപാട് ഇഷ്ടപ്പെടുന്നതിനാൽ രണ്ടും ഒരുപോലെ കൊണ്ടുപോകണമെന്നാണ് ഇപ്പോഴത്തെ ആഗ്രഹമെന്ന് ശ്രീജ തുളസീധരൻ പറഞ്ഞു. അനീഷ് വർഷ സംവിധാനവും സ്റ്റിൽജു അർജുൻ സംഗീത സംവിധാനവും ചെയ്യുന്ന നിർമ്മാണം പുരോഗമിക്കുന്ന എപ്പോഴും എന്ന സിനിമയിൽ വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതിയ വരികൾ ആലപിക്കുന്നതും ശ്രീജ തുളസീധരനാണ്. റജീന നൌഷാദ് എഴുതി വിമൽ മോഹൻ ഈണം നൽകിയ ഹൃദയത്തിരമാലകൾ എന്ന കവിത ആലപിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ശ്രീജ ശ്രദ്ധേയയായത്. ആ കവിതയ്ക്ക് SP ബാലസുബ്രഹ്മണ്യൻ സ്മാരക ഗാനമാലിക പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. B രാജഗോപാൽ രചനയും സംഗീതവും നിർവഹിച്ച ശ്രീജ പാടിയ പാട്ട് അനിമേഷൻ വീഡിയോ ആക്കിയിരുന്നു. മിണ്ടാപ്പെണ്ണ കുറിഞ്ഞിപ്പൂച്ച എന്ന് തുടങ്ങുന്ന കുട്ടികൾക്കു വേണ്ടിയുള്ള പാട്ട് ഇതിനോടകം 8 ലക്ഷം പേരാണ് കണ്ടത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. VS എന്ന സമരനായകൻ ഓർമ്മയാകുമ്പോൾ മലമ്പുഴക്കാരുടെ ചരിത്ര സ്മാരകമാവുകയാണ് മണ്ണുകാട്ട് പാലവും നടക്കാവ് മേൽപ്പാലവും. VSന്റെ നേതൃത്വത്തിലാണ് ഈ 2 പാലങ്ങൾക്കും അനുമതി നൽകിയത്. റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നതിൻ്റെ ദുരിതമനുഭവിച്ച നടക്കാവുകാരുടെ ആവശ്യമായിരുന്നു റെയിൽവേ മേൽപ്പാലം. ജനകീയ സമിതിയും നാട്ടുകാരും നിരന്തരം ആവശ്യമുന്നയിച്ചതോടെ VSന്റെ ഇടപെടലിൽ അകത്തേത്തറ നടക്കാവ് മേൽപ്പാലത്തിന് അംഗീകാരമായി. 2017 പാലത്തിന് VS തറക്കല്ലിട്ടു. പാലത്തിൻ്റെ പൂർത്തീകരണത്തിനായി ഇന്നും നാട്ടുകാർ കാത്തിരിക്കുകയാണ്. കഞ്ചിക്കോടിനെയും എലപ്പുള്ളിയെയും ബന്ധിപ്പിക്കുന്ന മണ്ണൂക്കാട്ടെ പാലത്തിന് ഒരു കഥയുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് VS ആ വഴി സഞ്ചരിക്കുകയാണ്. A പ്രഭാകരനുമൊപ്പമുണ്ട്. കോരയാർപ്പുഴയിൽ കാറിൻ്റെ ടയർ ചെളിയിൽ കുടുങ്ങിപ്പോയി. ജോലി കഴിഞ്ഞ് പോവുകയായിരുന്ന
തൊഴിലാളികൾ അടുത്തുവന്ന് VS-നോട് പാലമില്ലാത്തതിൻ്റെ കഷ്ടപ്പാട് പറഞ്ഞു. 2016 VS MLA-യും ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനുമായിരുന്ന സമയത്ത് പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. VS ഇടപെട്ട കിഫ്ബിയുടെ ഫണ്ടിൽ നിന്ന് 8 കോടി രൂപ മണ്ണുക്കാട് പാലത്തിനായി അന്ന് നീക്കിവെച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ലക്കിടി NSS 2 കരയോഗ മന്ദിരത്തിൽ വിവിധ പരിപാടികൾ നടന്നു. ഭക്തിപ്രഭാഷണം, രാമായണ പ്രശ്നോത്തരി, രാമായണ പാരായണം എന്നിവയാണ് സംഘടിപ്പിച്ചത്. ലക്കിടി NSS 2 കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. കരയോഗം പ്രസിഡന്റ് P. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KS മോഹനകൃഷ്ണൻ അധ്യക്ഷനായി. കിഴക്കേപ്പാട്ട് ജയരാമൻ മാസ്റ്റർ ഭക്തി പ്രഭാഷണം നടത്തി. കുട്ടികൾക്ക് വരെ മുതിർന്നവരുടെ കാര്യം പോട്ടെ, നമ്മൾ ഉപദേശിച്ചു വിചാരിക്കാം ഇഷ്ടമല്ല, ഇനി അങ്ങനെ ചെയ്യാന്ന് നിർദ്ദേശിച്ചാൽ അതും ഇഷ്ടമല്ല. നിർഭാഗ്യവശാൽ വേദത്തിന്റെ രീതി ഇങ്ങനെയാണ്. അപ്പൊ വേദം ഓരോരോ മഹർഷിമാരിത് ശേഖരിച്ച് വെച്ച് എല്ലാം ഉണ്ട്. പക്ഷേ ഇതില് ഒരു ജീവിതത്തിന് എങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ള ചിട്ട മുഴുവൻ വേദങ്ങളുണ്ട്. പക്ഷെ അത് പറയുന്ന രീതി, ചില ആൾക്കാർ പറയില്ലേ നമ്മള് ആളൊക്കെ ശുദ്ധനാണ്, പക്ഷെ അയാളുടെ വായനാവും എടുക്കണ്ട അങ്ങനെ ആൾക്കാരുണ്ടാവും. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സ്വഭാവമാണോ നന്നാവേണ്ടത്, പെരുമാറ്റാണോ നന്നാവേണ്ടത്? വീട്ടിൽ പോയിട്ട് ആലോചിച്ചാൽ മതി. രണ്ട് കേട്ടാ വ്യത്യാസമില്ല, പക്ഷെ വ്യത്യാസമുണ്ട്. നല്ല പെരുമാറ്റമുള്ള 6 ബാലസമാജം കുട്ടികളുടെ രാമായണ പ്രശ്നോത്തരി, വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ രാമായണ പാരായണം എന്നിവ നടന്നു. P. പ്രദീപ്, P. ദിവാകരൻ, രാധിക ബാലൻ, മഞ്ജു രാജേഷ്, V. ദണ്ഡപാണി, A. വിജയരാഘവൻ, K. മോഹനൻ, മധുസൂദനൻ, മുകുന്ദപ്രസാദ്, VK രജനി, P. സുരേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തരിപ്പാല. കോട്ടായി ചമ്പ്രക്കുളം AUP സ്കൂളിൽ ചന്ദ്രദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ ശാസ്ത്രാബോധം വളർത്തുന്നതിന് ഉപകരിക്കുന്ന പരിപാടികളാണ് നടത്തിയത്. വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ റോക്കറ്റ് അത്യാകർഷകമായിരുന്നു. പ്രധാനാധ്യാപകൻ വിജയകൃഷ്ണൻ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇത് 56 വർഷം പിന്നിടുകയാണ്. 1969 ജൂലൈ 21 ആ ചരിത്ര നിമിഷത്തിന് ലോകം സാക്ഷിയായത്. മനുഷ്യന്റെ 1969 ആ ചരിത്ര നിമിഷത്തിന് ലോകം സാക്ഷിയായത്. നമ്മൾ എല്ലാവരും ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് കാണുന്ന ഉപഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ജൂലൈ 21 ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത്. ഭൂമിക്ക് പുറത്ത് മനുഷ്യൻ ചെന്നെത്തിയിട്ടുള്ള ഒരേ ഒരു ശൂന്യാകാശ ഗോളമാണ് ചന്ദ്രൻ. അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ്, മൈക്കൽ കോളിൻസ്, എഡ്വിൻ ആൽഡ്രിൻ എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ 11 എന്ന ബഹിരാകാശ പേടകത്തിൽ 1969 ജൂലൈ 21 പ്രധാന വാർത്തകൾ വീണ്ടും. വാടാനംകുറിശി ROB സർവീസ് റോഡ് നിർമ്മാണം. പ്രദേശത്ത് സമ്പൂർണ്ണ ഗതാഗത നിരോധനം. പാതയിൽ കട്ടവിരിക്കൽ പ്രവൃത്തി പുരോഗമിക്കുന്നു. റോഡ് നിർമ്മാണം ആരംഭിച്ച് ഇന്നേക്ക് 2 ആഴ്ച. എത്രയും വേഗം പ്രവൃത്തി പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തം. കൂനത്തറയിൽ വ്യാപാരിയെ ആക്രമിച്ച് 10,000 രൂപ കവർന്ന കേസിൽ മുഖ്യപ്രതിയെ സ്ഥലത്തെത്തിച്ച് ഷൊർണൂർ പോലീസ് തെളിവെടുത്തു. പ്രതി സൂരജിനെ ഐക്കോൺസിന് സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലെത്തിച്ചത് രാവിലെ 9 മണിയോടെ. കേസിൽ ആകെ 5 പ്രതികൾ. സൂരജ് സ്ഥിരം കുറ്റവാളിയെന്ന് പോലീസ്. കർക്കിടക വാവു ബലിക്ക് നിളയോരത്തെ പുണ്യകേന്ദ്രങ്ങൾ ഒരുങ്ങി. പുലർച്ചെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. പിതൃമോക്ഷത്തിനായി ബലിതർപ്പണത്തിന് തുക 10,000. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.